സുഹൃത്തുക്കളുടെ തോളത്ത് കയറി നിന്ന് ചിത്രങ്ങളെടുത്ത് ഈ ആഘോഷത്തിൻ്റെ ഭാഗമാകുന്നവരാണ്. എവിടെ അടുത്ത വിഭാഗത്തിൻ്റെ കരിവീരന്മാരെവിടെ? നിരക്കട്ടെ, ഇരുവിഭാഗവും നിരക്കട്ടെ, കുടകൾ ഉയരട്ടെ എന്നാണ് കാണികൾ പറയുന്നത്. പക്ഷേ ചടങ്ങുകൾ പാലിക്കണം, അനുഷ്ഠാനങ്ങൾ പാലിക്കണം, അതിനുള്ള സമയമാണ്. ആ സമയത്തിന് പിന്നാലെ നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന, കുതിയോടെ കാത്തിരിക്കുന്ന കഴിഞ്ഞ തവണത്തെ കുടമാറ്റ അനുഭവം അത് അസുലഭമായ അനുഭവമായിരുന്നു. അത്രയേറെ മനോഹരമായ കാഴ്ചകൾ. ഒരുപക്ഷെ കുറച്ചുകൂടി ആ ഇരുട്ട് സൂര്യപ്രഭ പിൻവാങ്ങുന്നത് തന്നെയാണ് കുടമാറ്റത്തിൻ്റെ കാഴ്ചാനുഭവം അല്ലേ, ദൃശ്യാനുഭവം നമ്മളിലേക്ക് കൂടുതൽ സമ്മാനിക്കാം. അതുകൊണ്ട് അതെ തിങ്ങി നിറഞ്ഞു നിൽക്കാൻ ആളുകൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ സ്ഥലമില്ല. ഈ തിങ്ങി നിറഞ്ഞതിന് ഇരട്ടി ആളുകൾ ഇനിയും ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടുന്ന കാര്യം. ദിവിഷ് പറഞ്ഞ പോലെ ഇത്രയേറെ ആനകൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ലോക ടൂറിസത്തിന്റെ നെറ്റിത്തടത്തിൽ തിളങ്ങുന്ന സിന്ദൂരപ്പൊട്ടായി തൃശ്ശൂർ പൂരം മാറുന്നു. ആ അസുലഭമായ കാഴ്ച എത്ര പറഞ്ഞാലും തീരാത്ത വിലോഭനീയമായ ഒരു കാഴ്ചയാണ് ഈ തൃശ്ശൂർ പൂരത്തിന് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നടന്നു പോകുന്ന വഴികൾ, ഇപ്പോൾ കാണുന്ന ഒഴിവിടങ്ങൾ പോലീസ് വടം കെട്ടി തിരിച്ചത് മാത്രമാണ്. ഈ ആനകൾ താഴേക്കിറങ്ങി തെക്കോട്ടിറക്കം പൂർത്തിയായി സ്വരാജ് റൗണ്ടിൽ നിറയുമ്പോൾ ഈ വഴി തുറന്നു കൊടുക്കും. ഇരുവശത്തും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആളുകൾ പറയും അതിന് ആ വരാനിരിക്കുന്നത് എത്രത്തോളം. ആദ്യത്തെ കുടമാറ്റം ഇതാ നടത്തി കഴിഞ്ഞിരിക്കുന്നു. പാറമേക്കാവ് ഇത്തവണ ആ പോകുന്ന വഴി പോലും തെക്കോട്ടിറക്കത്തിന്റെ ഘട്ടം പോലും നിരാശരാക്കാനില്ല. സിനിമകൾക്ക് മുന്നേ ഇറങ്ങുന്ന ടീസർ പോലെ സാമ്പിൾ കുടമാറ്റത്തിന്റെ ഒരു സാമ്പിൾ ഇപ്പോൾ പാറമേക്കാവ് ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നു.